ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. കേരളത്തിൽ ജനാധിപത്യത്തിന്റെ പൊതുകാൽവയ്പ്. 14-ാം സർക്കാർ അധികാരമേൽക്കുന്ന വേളയിൽ ഏറെ പ്രതീക്ഷയിലാണ് കേരള ജനത. കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത വ്യത്യാസങ്ങൾക്കും അതീതമായി മുഴുവൻ പൌരന്മാർക്കും വേണ്ടിയുള്ള പ്രവർത്തനമായിരിക്കും ഇടതുമുന്നണി മന്ത്രിസഭ കാഴ്ചവെക്കുക എന്ന് പ്രതീക്ഷിക്കാം. പ്രധാന വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇടതുമുന്നണി സർക്കാർ അധികാരമേറ്റു. ജില്ലയിലെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ. എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാരോട് 2 തരം നീതിയെന്ന് മുൻ മന്ത്രി MT പത്മ. നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. നിയമത്തിന് വേണ്ടിയല്ല ജനങ്ങൾ, നിയമം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് നടൻ മാമുക്കോയ. ഉപദ്രവകാരികളായ തെരുവ് നായ്ക്കളെ തല്ലിക്കൊല്ലണമെന്നും മാമുക്കോയ. വാർത്തകൾ വിശദമായി. കേരളത്തിന്റെ ഭരണസാന്നിധ്യം ഇടതുമുന്നണി സർക്കാർ ഏറ്റെടുക്കുന്നതിന്റെ ആഘോഷം കോഴിക്കോട് ജില്ലയിലും. സത്യപ്രതിജ്ഞാ വേളയിൽ അണികളും പ്രവർത്തകരും നടത്തിയ ആഹ്ലാദ കാഴ്ചകളിലേക്ക്. പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുമന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ പ്രൌഢഗംഭീര വേദിയിൽ ജനസഹർസത്തെ സാക്ഷി നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഗവർണർ പി സദാശിവം ചൊല്ലിക്കൊടുത്ത സത്യവാചകം ഏറ്റുചൊല്ലി. ആഭ്യന്തരം, വിജിലൻസ്, IT എന്നീ വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെ കൈകാര്യം ചെയ്യും. EP ജയരാജൻ, ഡോക്ടർ തോമസ് ഐസക്, KK ശൈലജ, AK ബാലൻ, TP രാമകൃഷ്ണൻ, G സുധാകരൻ, കടകംപള്ളി സുരേന്ദ്രൻ, AC മൊയ്തീൻ, K മേഴ്സിക്കുട്ടിയമ്മ, പ്രൊഫസർ C രവീന്ദ്രനാഥ്, ഡോക്ടർ KT ജലീൽ, E ചന്ദ്രശേഖരൻ, P തിലോത്തമൻ, VS സുനിൽകുമാർ, K രാജു, രാമചന്ദ്രൻ കടന്നപ്പള്ളി, മാത്യു T തോമസ്, AK ശശീന്ദ്രൻ എന്നിവരാണ് പിണറായി മന്ത്രിസഭയിലെ മന്ത്രിമാർ. സത്യപ്രതിജ്ഞാ വേളയിൽ സംസ്ഥാനത്തുടനീളം മധുര വിതരണവും പാട്ടും ആട്ടവുമായി അണികൾ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തി. കോഴിക്കോട് ജില്ലയിലും പ്രവർത്തകരുടെ ആഹ്ലാദം അലതല്ലി. കോഴിക്കോടിന്റെ പ്രതിനിധിയായ AK ശശീന്ദ്രനും TP രാമകൃഷ്ണനും മന്ത്രിമാരായി അവരോധിക്കപ്പെട്ടതും പ്രവർത്തകർക്ക് ഇരട്ടി മധുരമായി. ബാൻഡ് മേളവും പാട്ടും ആട്ടവും മധുര വിതരണവുമൊക്കെയായി നഗരവീഥികൾ പ്രവർത്തകർ കൈയടക്കി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് 2 തരം നീതിയാണ് നടപ്പാക്കുന്നതെന്ന് മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി MT പത്മ. കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. കേരളത്തിലെ അനധ്യാപകരെ ഒരു കുടക്കീഴിൽ കോർത്തിണക്കിയും ഐക്യം കാത്തുസൂക്ഷിച്ചും ജീവനക്കാരന്റെ അവകാശങ്ങളും കടമകളും സംരക്ഷിച്ചും മുന്നേറുന്ന സംഘടനയാണ് കേരള എയ്ഡഡ് സ്കൂൾ നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ. അസോസിയേഷന്റെ 52ാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട് നടന്നു. ശ്രീനാരായണ സെന്റിനറി ഹാളിൽ നടന്ന പരിപാടി മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി MT പത്മ ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാർക്ക് 2 തരം നീതികളാണ് നടപ്പാക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ അവർ പറഞ്ഞു. ഇവിടെ 2 തരം നീതികളാണ് നടപ്പാക്കുന്നത്. അതായത് എയ്ഡഡ് സ്കൂളിലെ ടീച്ചേഴ്സിനും നോൺ ടീച്ചിങ് സ്റ്റാഫിനും അവരെ 2 തരം പൗരന്മാരായി വിഭജിച്ച് ഒരാൾക്ക് ആനുകൂല്യങ്ങൾ ഗവൺമെന്റിന് എന്തെല്ലാം ഗവൺമെന്റ് മറ്റുള്ള സ്കൂളുകൾക്ക് അല്ലെങ്കിൽ കോളേജുകൾക്ക് എന്തെല്ലാം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ, മറ്റു ഭാഗത്ത് അതൊന്നും തന്നെ കൊടുക്കാതെ നിഷേധിക്കുന്ന ഒരു സമീപനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദനാജനകമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കേരളത്തിൻ്റെ വിദ്യാഭ്യാസത്തിൽ കേരളം ഒന്നാമതാണ് എന്ന് നമ്മൾ പറഞ്ഞു കേൾക്കാറുണ്ട്.
പക്ഷേ ഈ സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ അധ്യാപക സുഹൃത്തുക്കൾ നോക്കുന്നത് പോലെ തന്നെ ആ അധ്യാപക സുഹൃത്തുക്കളെ സഹായിക്കാൻ അനധ്യാപക സുഹൃത്തുക്കളില്ലായിരുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ വിദ്യാഭ്യാസം എവിടെ എത്തുമായിരുന്നു എന്ന് നമ്മളൊന്ന് ആലോചിച്ചാൽ അറിയാൻ സാധിക്കും. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് VI ജോയ് അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ KNTO സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സൺഷൈൻ, പന്തീരാങ്കാവ് ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ PV ചന്ദ്രൻ, മുൻ സംസ്ഥാന പ്രസിഡന്റ് PM സലീം, മുൻ സംസ്ഥാന വനിതാ ഫോറം കൺവീനർ NP ജസി, സംസ്ഥാന സെക്രട്ടറി ഷിനോജ് പാപ്പച്ചൻ, വൈസ് പ്രസിഡന്റ് രാജീവ് കുളത്തൂർ, ജനറൽ സെക്രട്ടറി തോമസ് മാത്യു തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് സർവീസിൽ നിന്നും വിരമിച്ചവരെ ആദരിച്ചു. ഒപ്പം അവാർഡ് വിതരണവും നടന്നു. KK നാരായണൻ, O ശ്രീനിവാസൻ, ശിവരാമൻ തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നിയമത്തിന് വേണ്ടിയല്ല ജനങ്ങളെന്നും നിയമം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്നും നടൻ മാമുക്കോയ. തെരുവ് നായ പ്രശ്നത്തിൽ ജനങ്ങളുടെ ജീവനാണ് മുൻഗണനയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അരക്കിണർ നക്ഷത്ര റെസിഡൻസ് അസോസിയേഷൻ 2ാം വാർഷിക ആഘോഷം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അരക്കിണർ നക്ഷത്ര റെസിഡൻസ് അസോസിയേഷന്റെ 2ാം വാർഷികം വിപുലമായ പരിപാടികളോടുകൂടി നടന്നു. അസോസിയേഷന്റെ രക്ഷാധികാരിയും നടനുമായ മാമുക്കോയാണ് പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ഒറ്റക്കൊരാൾ നായി അടിച്ചാൽ അയാൾ ആലോചിക്കും എന്ത് ചെയ്യണമെന്ന്. കല്ലെടുത്തിരെ തച്ചുകൊല്ലേ ചെയ്യുക, അതാണ് അതിൻ്റെ ഒരു നിവൃത്തി. അല്ലാതെ വേറെ ഒന്നുമില്ല. പട്ടിയെ കാണുന്നിടത്തോളം അടിച്ചു ഓടിക്കുക, തച്ചു കൊല്ലുക. ഇതല്ല, ഇത് നിയമം അതിനെതിരാണ്. നിയമത്തിനല്ല, നമ്മൾക്ക് വേണ്ടി ആയിരിക്കണം നിയമം. നമ്മളത് ചെയ്തച്ചാൽ മതി. ഇതുവരെ നമ്മൾ എന്താ ചെയ്ത് അതുപോലെ ചെയ്തച്ചാൽ മതി. പുതിയൊരു നിയമത്തിന് നമ്മൾ വിധേയരാവലല്ല. നമ്മൾ ജനങ്ങളുടെ പ്രശ്നത്തിനും പ്രയാസങ്ങൾക്കും പരിഹാരം കാണലാണ് നിയമം. അല്ല നിയമത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പേപ്പട്ടിനെ പോറ്റി വളർത്തേണ്ട ഒരു കാര്യമില്ല. തച്ചു കൊല്ലൽ തന്നെ. അതൊരു അസോസിയേഷൻ നടത്തിയില്ലെങ്കിൽ നമ്മൾ ചെയ്തിരിക്കണം. ഇത് കൂട്ടം കൂടി ചർച്ച ചെയ്ത് വിഷയാക്കിയാൽ ഒരു കാലത്തും പരിഹരിക്കാൻ പോയില്ല, തീരുവില്ല. അസോസിയേഷൻ പ്രസിഡന്റ് മോഹനൻ മലർക്കാവിൽ അധ്യക്ഷം വഹിച്ച ചടങ്ങിൽ കൌൺസിലർ പ്രകാശൻ പേരോത്ത്, മാറാട് അഡീഷണൽ SI മുരളി, രഞ്ജിത്ത്, ഇബ്രാഹിം, ഫൈസൽ തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് അസോസിയേഷനിലെ കുട്ടികളുടെയും മുതിർന്നവരുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി. കോഴിക്കോട്. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അവകാശ ദിനാചരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു. ഫെഡറേഷൻ ജില്ലാ ചെയർമാൻ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അവകാശ ദിനാചരണവും പൊതുയോഗവും സംഘടിപ്പിച്ചു. കുരിയാൽ ലൈൻ ബാങ്ക് എംപ്ലോയീസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഫെഡറേഷൻ ജില്ലാ ചെയർമാൻ ശശിധരൻ അധ്യക്ഷം വഹിച്ചു. ബാങ്കിൽ നിന്നും വിരമിച്ച ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളൊന്നും നൽകാതെ 10ാം ഉഭയകക്ഷി കരാറിൽ ഒപ്പുവെച്ചിട്ട് 1 വർഷം പൂർത്തിയായി. ഇതിന്റെ പ്രതിഷേധം ഓർമ്മ പുതുക്കിയുള്ള ദിനാചരണമാണ് ഓൾ കേരള ബാങ്ക് റിട്ടയറീസ് ഫെഡറേഷൻ സംഘടിപ്പിച്ചത്. നാം എല്ലാം പ്രതീക്ഷയോടുകൂടി നോക്കിക്കണ്ടിരുന്ന 10ാം ഉഭയകക്ഷി കരാർ ഒപ്പുവെച്ചിട്ട് ഇന്നേക്ക് തികച്ചും 1 കൊല്ലം തികയുകയാണ്. റിക്കാർഡ് നോട്ട് സൈൻ ചെയ്തപ്പോൾ അപകടകരമായ ഒരു ക്ലോസ് അടക്കം, അതായത് റിട്ടയർഡ് ജീവനക്കാരും ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷനും അല്ലെങ്കിൽ റിട്ടയർഡ് ജീവനക്കാരും അതത് ബാങ്കിലെ ഭരണാധികാരികളും തമ്മിൽ there is no contractual relationship എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയ ആ റിക്കാർഡ് നോട്ടിൽ പ്രതിഷേധത്തിന്റെ സ്വരങ്ങൾ അത് ഒപ്പുവെക്കപ്പെട്ടവരിൽ നിന്ന് വേണ്ട സമയത്ത് ഉണ്ടായിട്ടില്ലെങ്കിൽ കൂടിയും റിട്ടയർഡ് ജീവനക്കാരുടെ സംഘടന അതിലെ അപാകതകളും അപകടവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന് അന്ന് തന്നെ ഡിമാൻഡ് ചെയ്യുകയുണ്ടായി. ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി ഷൺമുഖൻ, സ്റ്റേറ്റ് അസിസ്റ്റന്റ് സെക്രട്ടറി ലക്ഷ്മിദാസ് PK, AKBRF ജില്ലാ കമ്മിറ്റി അംഗം P വിജയൻ തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇടവേള. I need is you by my side, so shine forever, world's finest gold. You
You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിംഗിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല, സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. Kalyan Silks. Different cultures, one emotion. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. കേരള ഇക്കണോമിക്സ് അസോസിയേഷൻ 2ാം വാർഷിക സമ്മേളനം ഫാറൂഖ് കോളേജിൽ നടക്കും. മെയ് 27, 28, 29 തീയതികളിൽ നടക്കുന്ന സമ്മേളനം CDS ഡയറക്ടർ പ്രൊഫസർ അമിത് ശോഭൺ റോയ് ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലെ സാമ്പത്തിക വിദഗ്ധരുടെയും ഗവേഷകരുടെയും സാമ്പത്തിക ശാസ്ത്ര മേഖലയിലെ അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും കൂട്ടായ്മ ആയ കേരള ഇക്കണോമിക്സ് അസോസിയേഷന്റെ 2ാം വാർഷിക സമ്മേളനം മെയ് 27, 28, 29 തീയതികളിൽ ഫാറൂഖ് കോളേജിൽ വെച്ച് നടക്കും. CDS ഡയറക്ടർ പ്രൊഫസർ അമിത് ശോഭൺ റോയ് 27 വൈകിട്ട് 3 മണിക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് സാരഥികൾ പറഞ്ഞു. ഒരുപക്ഷെ പുതിയ മാറിയ സാഹചര്യത്തിൽ എക്കണോമിക്സുമായി ബന്ധപ്പെട്ട എല്ലാ തരത്തിലുള്ള ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതിനും അതുപോലെ തന്നെ അതിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അടക്കമുള്ള കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുമുള്ള ഒരു സംഘടന എന്ന രീതിയിലാണ് കേരള എക്കണോമിക് അസോസിയേഷൻ പ്രവർത്തിക്കുന്നത്. ഫറൂഖ് കോളേജുമായി സഹകരിച്ചുകൊണ്ട് ഈ വർഷം ഫറൂഖ് കോളേജിലാണ് ഇത് നമ്മൾ ഹോസ്റ്റ് ചെയ്യുന്നത്. 300-ലധികം പ്രതിനിധികളെ ആ പരിപാടിയിലേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. കുടിയേറ്റം, വികസനം, സമൂഹം എന്നതാണ് ഈ വാർഷിക സമ്മേളനത്തിന്റെ മുഖ്യ പ്രമേയം. മൈഗ്രേഷനും വികസനവും, മൈഗ്രേഷനും വയോധികരും, സാമ്പത്തിക വികസനവും, കാലാവസ്ഥാ വ്യതിയാനവും തുടങ്ങിയ വിഷയങ്ങൾ സമ്മേളനം കൈകാര്യം ചെയ്യും. സമ്മേളനത്തിൽ 300ഓളം പ്രതിനിധികൾ പങ്കെടുക്കും. 100ഓളം ഗവേഷകർ വിവിധ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുമെന്നും കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ EP ഇമ്പിച്ചിക്കോയ, KEA പ്രസിഡന്റ് ഡോക്ടർ VP രാഘവൻ, ഡോക്ടർ PP യൂസഫ് അലി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. രാമനാട്ടുകര ബസ് സ്റ്റാൻഡ് പരിസരത്ത് കഞ്ചാവ് മൊത്ത വിതരണക്കാരൻ പിടിയിലായി. താമരശ്ശേരി സ്വദേശി അഷ്റഫിനെയാണ് പിടികൂടിയത്. വിദ്യാർത്ഥികൾക്ക് വിതരണം ചെയ്യാനായി കൊണ്ടുവന്ന 4 കിലോ കഞ്ചാവ് ഇയാളിൽ നിന്നും കണ്ടെടുത്തു. കഞ്ചാവ് മൊത്ത വിതരണക്കാരൻ നോർത്ത് ഷാഡോ പോലീസിന്റെ പിടിയിലായി. താമരശ്ശേരി സ്വദേശി അഷ്റഫ് എന്ന അമ്പായത്തോട് അഷ്റഫിനെയാണ് വിദ്യാർത്ഥികൾക്ക് വിതരണത്തിനായി കൊണ്ടുവന്ന 4 കിലോ കഞ്ചാവുമായി ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് രാമനാട്ടുകര ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്നും ഫറൂഖ് പോലീസും സിറ്റി നോർത്ത് ഷാഡോ പോലീസും ചേർന്ന് പിടികൂടിയത്. നഗരപരിധിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലും കോളേജ് വിദ്യാർത്ഥികൾക്കിടയിലും കഞ്ചാവ് ഉൾപ്പെടെയുള്ള വിവിധ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കൂടിയെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടന്ന പരിശോധനയിലാണ് മയക്കുമരുന്ന് ശൃംഖലയിലെ മറ്റൊരാൾ കൂടി പിടിയിലായത്. കഴിഞ്ഞ 6 മാസത്തിനിടെ സിറ്റിയിൽ നിന്ന് മാത്രമായി നോർത്ത് ഷാഡോ പോലീസിന്റെ നേതൃത്വത്തിൽ 50 കിലോ കഞ്ചാവ് പിടികൂടിയിട്ടുണ്ട്. കൂടാതെ പുതുതലമുറയ്ക്കിടയിൽ വ്യാപകമായ ഹാഷിഷ്, ബ്രൌൺ ഷുഗർ, ADAA, മിയാമിയ തുടങ്ങിയ ലഹരി വസ്തുക്കളും പിടികൂടി. നഗരത്തിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന സജീവമായിട്ടുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറുടെ നിർദ്ദേശാനുസരണം കോസ്റ്റൽ CA TK അഷ്റഫിന്റെ നേതൃത്വത്തിലുള്ള ഷാഡോ പോലീസ് പ്രത്യേക ജാഗ്രത പുലർത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് തിരക്കിനിടെ സ്റ്റേഷനുകളിൽ പതിവ് ഡ്യൂട്ടിയാണെന്നുള്ള അനുകൂല സാഹചര്യം മുതലെടുത്ത് മയക്കുമരുന്ന് കടത്തുകാരും കവർച്ചാ സംഘങ്ങളും സജീവമായിരുന്നു. ഫറൂഖ് SI വിപിൻ K വേണുഗോപാൽ, ഷാഡോ പോലീസ് അംഗങ്ങളായ P മുഹമ്മദ് ഷാഫി, M സജി, K അഖിലേഷ്, ഫറൂഖ് സ്റ്റേഷനിലെ ASI മുരളി, സീനിയർ സിവിൽ ഓഫീസർമാരായ ലാലു, മനോഹരൻ എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു. മാഹി മലയാള ഗ്രാമം വിദ്യാർത്ഥികളുടെ ചമയം ചുമർചിത്ര പ്രദർശനത്തിന് ലളിതകല അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ദേവരൂപങ്ങളാൽ നിറഞ്ഞു നിൽക്കുന്ന 35 ചിത്രങ്ങളുടെ പ്രദർശനം 28-ന് സമാപിക്കും. കളക്ടർ N പ്രശാന്ത് ആയിരുന്നു പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. മാഹി മലയാള കലാഗ്രാമത്തിലെ രാജൻമാടായി സ്മിത ദാമോദരൻ, സുധാ വേണുഗോപാൽ,
നിനിത ബിജു, ധന്യ, രാഹുൽ രാജേന്ദ്രൻ, ചിത്ര അനിരുദ്ധൻ തുടങ്ങിയവരുടെ ചമയം ചുമർ ചിത്ര പ്രദർശനത്തിന് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ തുടക്കമായി. ഗീതോപദേശം, സരസ്വതി, മുത്തപ്പൻ, ഗജേന്ദ്രമോക്ഷം, ബാലി സുഗ്രീവ യുദ്ധം, മുച്ചിലോട്ട് ഭഗവതി, ഗണപതി തുടങ്ങി 35 ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. യഥാർത്ഥ ചുമർചിത്രകലയുടെ ഉദാഹരണങ്ങളാണ് ഓരോ രചനയും. ക്ഷേത്രകലാ സങ്കേതത്തിൽ പഞ്ചവർണ്ണ സിദ്ധാന്തത്തിലാണ് രചനകൾ അത്രയും. വെള്ള, കറുപ്പ്, കാവി, ചുവപ്പ്, മഞ്ഞ, നീല കലർന്ന പച്ച എന്നീ 5 നിറങ്ങളിലാണ് സൃഷ്ടികളേറെയും. ഓരോ രൂപത്തിനും കൃത്യതയുണ്ട്. ആടയാഭരണങ്ങളും ആയുധങ്ങളും നോക്കി അടിക്കുറിപ്പുകളില്ലാതെ തന്നെ ഏതു ദേവരൂപമെന്ന് പറയാനാകും. രചനകൾ വിൽപ്പനയ്ക്കുമുണ്ട്. പ്രദർശനം കളക്ടർ എൻ പ്രശാന്ത് ആയിരുന്നു ഉദ്ഘാടനം ചെയ്തത്. ഞെളിയൻപറമ്പിലേക്ക് ആശുപത്രി മാലിന്യവുമായി എത്തിയ വാഹനങ്ങൾ ദേശീയപാതയിൽ തടഞ്ഞു. ആശുപത്രി മാലിന്യം പ്ലാന്റിൽ പ്രവേശിപ്പിക്കരുതെന്ന ധാരണ തെറ്റിച്ചതാണ് മാലിന്യം കൊണ്ടുവന്നത്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച ശേഷമാണ് വാഹനങ്ങളെ പ്ലാന്റിലേക്ക് കടത്തിവിട്ടത്. ആശുപത്രി മാലിന്യവുമായി ഞെളിയൻപറമ്പിലേക്ക് എത്തിയ വാഹനങ്ങൾ റോഡിൽ തടഞ്ഞു. CPM പ്രാദേശിക ഘടകത്തിന്റെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് വാഹനങ്ങൾ തടഞ്ഞത്. ഞെളിയൻപറമ്പ് മാലിന്യ സംസ്കരണ പ്ലാന്റിലേക്ക് പ്ലാസ്റ്റിക് ആശുപത്രി മാലിന്യവുമായി എത്തിയ കുടുംബശ്രീയുടെയും കോഴിക്കോട് കോർപ്പറേഷന്റെയും വാഹനങ്ങൾ ദേശീയപാതയോരത്ത് ഞെളിയൻപറമ്പിലെ കവാടത്തിന് മുന്നിലാണ് തടഞ്ഞിട്ടത്. പ്ലാസ്റ്റിക് മാലിന്യവും ആശുപത്രി മാലിന്യവും ഞെളിയൻപറമ്പിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ പ്രവേശിപ്പിക്കരുതെന്ന ധാരണ തെറ്റിച്ചാണ് അടുത്തിടെ തുടർച്ചയായി കുടുംബശ്രീയുടെ മാലിന്യ വാഹനങ്ങൾ പ്ലാസ്റ്റിക് മാലിന്യം കൊണ്ടുവരുന്നതെന്ന് സമരക്കാർ പറഞ്ഞു. തിരിച്ചയച്ച വാഹനങ്ങളിൽ നിന്നും പ്ലാസ്റ്റിക് പുറന്തള്ളിയ ശേഷം മാത്രമാണ് പ്രവർത്തകർ മാലിന്യം കയറ്റിയ വാഹനങ്ങളെ ഞെളിയൻപറമ്പിലേക്ക് കടത്തിവിട്ടത്. കുടുംബശ്രീയുടെ വാഹനം ഞെളിയൻപറമ്പിന് മുന്നിൽ തടഞ്ഞ വാർത്തയറിഞ്ഞ് സ്ഥലത്തെത്തിയ CITUവിന്റെ ഖരമാലിന്യ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി P. ഗിരിജയുമായി CPM പ്രവർത്തകർ വാക്കേറ്റം നടന്നു. പ്ലാസ്റ്റിക് വേർതിരിച്ചതിനു ശേഷമേ കോർപ്പറേഷന്റെ വാഹനങ്ങൾ ഇനി മുതൽ ഞെളിയൻപറമ്പിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയുള്ളൂവെന്ന് കോർപ്പറേഷൻ ആരോഗ്യവകുപ്പിന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന MA വിജയൻ വ്യക്തമാക്കി. AT സുബ്രഹ്മണ്യൻ, CM ഷാഫി എന്നിവരുടെ നേതൃത്വത്തിലാണ് തടഞ്ഞത്. കുടുംബത്തിന്റെ വണ്ടി തീരെ ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റൂല. അവരാണ് കൂടുതലും പ്ലാസ്റ്റിക് കൊണ്ടുവരുന്നത്. ഇപ്പൊ കോർപ്പറേഷന്റെ വണ്ടിയാണെങ്കിൽ ശരി, പ്ലാസ്റ്റിക് ഉണ്ടോ അത് തിരിച്ചാക്കും ഇങ്ങോട്ട് കയറ്റൂല. അതിന് ആര് പതിനായിരം ഈ മെഡിക്കലിലെ സാധനം മെഡിക്കൽ ഹോസ്പിറ്റൽ വരെ എടുക്കുക. വലിയ കൈക്കൂലി വാങ്ങിയിട്ട് അവരുടെ ടേണിലെ HIമാര് കൈക്കൂലി വാങ്ങിയിട്ടാണ് ഓരോ ഹോസ്പിറ്റലിൽ സാധനം എടുക്കുന്നത്. മലബാർ ഹോസ്പിറ്റല്, ബേബി, നാഷണൽ ഹോസ്പിറ്റല്, PVS, മിംസ് എല്ലാ ഹോസ്പിറ്റലിൽ ചെല്ലേണ്ട ആവശ്യം എന്താ അവർക്ക്? ഇവിടുത്തെ ഓരോ ടേണിൽ HIമാര് കൈക്കൂലി വാങ്ങിയിട്ടാണ് ഇവരെ കൊണ്ട് എടുപ്പിക്കുന്നത്. അടുത്ത ദിവസം മുതൽ ഞെളിയൻപറമ്പിലേക്ക് കുടുംബശ്രീയുടെ വാഹനങ്ങൾ എത്തില്ല എന്ന് ഉറപ്പു നൽകിയതോടെയാണ് വാഹനങ്ങൾ തടഞ്ഞ CPM പ്രവർത്തകർ പിരിഞ്ഞുപോയത്. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. I need is you by my side, so shine forever, world's finest gold. You will never be far, like stars on the night sky, raining deep in my heart. Chemanur. Bobby Chemanur International Jewelers. ഹലോ, ഒരു ചെറിയ ഷോപ്പിംഗ് ചെയ്യണമായിരുന്നു. ഒരു 4-5 ഡ്രസ് വാങ്ങിക്കുന്നതാണോടാ ചെറിയ ഷോപ്പിംഗ്? അയ്യോ, ഇതൊന്നും തികയില്ല. തികയും, മിച്ചവും വരും. നീ കല്യാൺ സിൽക്സിലോട്ട് പോയി അവരുടെ സ്റ്റാർസ് കളക്ഷൻസ് ട്രൈ ചെയ്യും. സ്റ്റാർസ് കളക്ഷനോ? ദാ നോക്ക്, ഇതാണ് കല്യാൺ സിൽക്സിന്റെ സ്വന്തം പ്രൊഡക്ഷൻ യൂണിറ്റുകളിൽ ഒന്ന്. ഇവിടെ നിന്നാണ് 100% ക്വാളിറ്റിയോടുകൂടി ഇടനിലക്കാരില്ലാതെ സ്റ്റാർസ് കളക്ഷൻസ് നമ്മുടെ കൈകളിലെത്തുന്നത്. കല്യാൺ സിൽക്ക് സ്റ്റാർസ് കളക്ഷൻസ്, മെൻസ് വെയർ, ലേഡീസ് വെയർ, സാരി, കിഡ്സ് എന്നിവയിലെ ഏറ്റവും പുതിയ കളക്ഷനുകൾ. വില 250 രൂപ മുതൽ 2500 രൂപ വരെ. ഹലോ, നീ ഷോപ്പിംഗിന് പോയില്ലേ? ഷോപ്പിംഗും കഴിഞ്ഞു, മിച്ചവും വന്നു. അതല്ല സ്റ്റാർസ് കളക്ഷൻസ്, പോക്കറ്റ് മണി കൊണ്ട് ഇനി അടിമുടി മാറാം. കല്യാൺ സിൽക്സ്. Different
cultures, one emotion. Malabar Gold and Diamonds. Celebrate the beauty of life. വാർത്തകൾ തുടരുന്നു. SBT ജീവനക്കാരുടെ സൈക്കിൾ സന്ദേശയാത്രയ്ക്ക് കോഴിക്കോട്ട് സ്വീകരണം നൽകി. സൈക്കിൾ സവാരി പ്രോത്സാഹിപ്പിക്കുക, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, അവയവദാനം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുമായാണ് ജീവനക്കാർ സൈക്കിളിൽ സപ്തതി സന്ദേശ യാത്ര നടത്തുന്നത്. SBT 70ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള ജീവനക്കാരുടെ സൈക്കിൾ സന്ദേശയാത്രയ്ക്ക് കോഴിക്കോട്ട് സ്വീകരണം നൽകി. മാനാഞ്ചിറ പരിസരത്തായിരുന്നു സ്വീകരണം. സൈക്കിൾ സവാരി പ്രോത്സാഹിപ്പിക്കുക, ട്രാഫിക് നിയമങ്ങൾ പാലിക്കുക, പരിസര സംരക്ഷണം സംബന്ധിച്ച് ബോധവൽക്കരണം നടത്തുക, അവയവദാനം പ്രോത്സാഹിപ്പിക്കുക തുടങ്ങിയവ ലക്ഷ്യമിട്ടാണ് യാത്ര. യാത്രയുടെ ഭാഗമായി ബാങ്ക് ജീവനക്കാരിൽ നിന്നും ഇടപാടുകാരിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അവയവദാന സമ്മതപത്രം സ്വീകരിച്ചു. SBT അസിസ്റ്റന്റ് ജനറൽ മാനേജർ MK സുരേഷ് ബാബു, മാനേജർ പോൾ ഡി പ്രഭാകർ എന്നിവരാണ് യാത്രയിലെ സ്ഥിരാംഗങ്ങൾ. അസിസ്റ്റന്റ് ജനറൽ മാനേജർ M സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ 7 ജീവനക്കാരും ജാഥയിൽ പങ്കാളികളായി. മാനാഞ്ചിറ പരിസരത്ത് നിന്ന് ആരംഭിച്ച ജാഥ കല്ലായി, മീഞ്ചന്ത, ഫറോക്ക് വഴി മലപ്പുറം ജില്ലയിലേക്ക് പ്രവേശിച്ചു. 22-ന് കാസർഗോഡ് SBT പരിസരത്ത് നിന്ന് ആരംഭിച്ച യാത്ര 29-ന് വൈകിട്ട് തിരുവനന്തപുരം SBT ഹെഡ് ഓഫീസിൽ അവസാനിക്കും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. നടുവട്ടം പിണ്ണാണത്ത് റെസിഡൻസ് അസോസിയേഷൻ 3ാം വാർഷികം വിപുലമായ പരിപാടികളോടുകൂടി ആഘോഷിച്ചു. ആസ്റ്റർ എമർജൻസി മെഡിസിൻ DM ഹെൽത്ത് കെയർ ഡയറക്ടർ ഡോക്ടർ PP വേണുഗോപാൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. നടുവട്ടം പിണ്ണാണത്ത് റെസിഡൻസ് അസോസിയേഷൻ 3ാം വാർഷികം വിപുലമായി ആഘോഷിച്ചു. നടുവട്ടം UP സ്കൂളിൽ നടന്ന ആഘോഷ പരിപാടി എമർജൻസി മെഡിസിൻ ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഡയറക്ടർ ഡോക്ടർ PP വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. ഭക്ഷണം കഴിക്കുമ്പോൾ നാട്ടിലുള്ള ഫുള്ള് വർത്തമാനവും പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുക. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിലുള്ള ശ്രദ്ധ മാറിയിട്ട് പോകുമ്പോഴാണ് ഈ ഭക്ഷണം അടഞ്ഞു പോകുന്നത്. ഇവിടെ നമ്മൾ ഈ വാരിയെല്ലാം അവസാനിക്കുന്ന ഭാഗവും പുക്കിൾക്കൊടിയും ചേരുന്ന ഭാഗത്ത് വെക്കും. മറ്റേ കൈ ഞാനിങ്ങനെ ഇതിൻ്റെ മുമ്പിലേക്ക് വെക്കും. എന്നിട്ട് ശക്തിയായിട്ട് ഇങ്ങനെ പിറകിലേക്ക്, നല്ല ശക്തിയായിട്ട് പിറകിലേക്ക് വെക്കും. ചടങ്ങിൽ കാഞ്ചനമാല മുഖ്യ അതിഥിയായിരുന്നു. സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ളവർക്ക് കുടുംബസഹായ വിതരണം കാഞ്ചനമാലയും നിർവഹിച്ചു. ചടങ്ങിൽ SSLCയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് CK വാസു ഉപഹാര സമർപ്പണം നടത്തി. ഡോക്ടർ മിർഷാദ് അബ്ദുള്ള, കൌൺസിലർ പ്രകാശൻ പേരോത്ത്, സുപ്രഭാതം എക്സിക്യൂട്ടീവ് എഡിറ്റർ സജീവൻ ആലഞ്ചേരി, C ബാബുരാജ്, തങ്കമണി ടീച്ചർ, നിഷിൻ കുമാർ, ശ്രീജയ് തുടങ്ങിയവരും പങ്കെടുത്തു. തുടർന്ന് അസോസിയേഷൻ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അറിയിപ്പുകൾ. പരിസ്ഥിതി സംരക്ഷണ സമിതി വിദ്യാർത്ഥികൾക്കായി മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. 27-ന് രാവിലെ 10-ന് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി പൊതുവിജ്ഞാന ക്വിസ് മത്സരവും 28-ന് രാവിലെ കവിതാലാപനവും നടക്കും. കണ്ടംകുളം ജൂബിലി ഹാളിലാണ് പരിപാടി. രജിസ്ട്രേഷന് 8089009500 എന്ന നമ്പറിൽ വിളിക്കണം. കേന്ദ്ര സർക്കാരിന്റെ ഇൻഫർമേഷൻ ടെക്നോളജി വകുപ്പിന്റെ കീഴിലുള്ള സിഡാക്ക് കേന്ദ്രത്തിൽ വിവിധ ഹ്രസ്വകാല കമ്പ്യൂട്ടർ കോഴ്സുകൾ ആരംഭിക്കുന്നു. വിവരങ്ങൾക്ക് 0495233377 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇടതുമുന്നണി സർക്കാർ അധികാരമേറ്റു. ജില്ലയിലെങ്ങും ആഹ്ലാദ പ്രകടനങ്ങൾ. എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂൾ ജീവനക്കാരോട് 2 തരം നീതിയെന്ന് മുൻ മന്ത്രി MT പത്മ. നോൺ ടീച്ചിംഗ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം കോഴിക്കോട്ട്. നിയമത്തിന് വേണ്ടിയല്ല ജനങ്ങൾ, നിയമം ജനങ്ങൾക്ക് വേണ്ടിയുള്ളതാണെന്ന് നടൻ മാമുക്കോയ. ഉപദ്രവകാരികളായ തെരുവ് നായ്ക്കളെ തല്ലിക്കൊല്ലണമെന്നും മാമുക്കോയ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.